ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് സുനിൽ, റെനി, രേഷ്മ, ഷോൺ ആൻഡ് വെയ്ൻ, ടൊറന്റോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തക്കൊണ്ടോടുന്ന് ഒരിക്കൽ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അവിടുത്തെ സന്നിധിയിൽ പ്രസാദനമായി തീരുവാൻ സഹായിക്കണമേ. കഷ്ടത്തിലും വേദനയിലും പ്രയാസത്തിലും രോഗത്തിലുമായിരിക്കുന്ന പതിനായിരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സാന്ത്വനവും പകരുവാൻ, സൗഖ്യം പകരുവാൻ ഈ എളിയ ശുശ്രൂഷ അങ്ങെടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലുമായിക്കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അനുഭവമാവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുവാൻ കൃപയാൽ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി നമുക്ക് COVID-19 ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് പേരയച്ചെന്ന് പല ഘട്ടങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നീട് അവരുടെ യാതൊരു വിവരങ്ങളുമില്ല. അപ്പോൾ ഒന്നുകിൽ അവർ രോഗം സുഖമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വീണ്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഡോക്ടർ സുശീൽ ഫ്രം ലണ്ടൻ, ബിനു ദുബായ്, മേരിക്കുട്ടി ന്യൂയോർക്ക്, ജിബിൻ മാത്യു ഫിലഡൽഫിയ, സജി ദുബായ്, സജി ന്യൂയോർക്ക്, സന്തോഷ് ഷാർജ. ഈ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഈ മക്കളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഈ രോഗം മൂലം ഏറ്റവും കർത്താവെ ക്ലേശിക്കുന്ന അവസ്ഥയിലെങ്കിൽ ഇത്രത്തോളം കൊടുത്ത ആശ്വാസത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇനിയുമുള്ള ടെസ്റ്റുകൾ നെഗറ്റീവായി സമ്പൂർണ്ണ സൗഖ്യം ആയി എന്ന് അവിടുത്തെ അധികാരികൾ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ആ ടെസ്റ്റുകളൊക്കെയും കർത്താവെ നെഗറ്റീവായി വരുവാൻ തക്കവണ്ണം സമ്പൂർണ്ണമായ രോഗസൗഖ്യവും രോഗമോചനവും ഈ മക്കൾക്ക് നൽകണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് അവരെ വഴി നടത്തണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് കൊടുത്ത എല്ലാ സൗഖ്യത്തിനായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുനാമം ഈ മക്കളുടെ മഹത്വപ്പെടുവാൻ തക്കൊണ്ടും സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. അടുത്തതായിട്ട് പ്രിയപ്പെട്ട മോഹൻ അബുദാബി കൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 ആഴ്ച വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം കടന്നുപോയത്. എങ്കിലും അവിടെയൊക്കെയും കർത്താവ് അത്ഭുതകരമായ ആശ്വാസവും സൗഖ്യം നൽകി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. നാം പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം വിനു കാൽഗറി, അദ്ദേഹത്തിൻ്റെ കീമോതെറാപ്പി പൂർത്തിയായിരിക്കുന്നു. സൗഖ്യത്തോടെ പുറത്ത് വരുവാൻ തക്കവണ്ണം കർത്താവ് സാക്ഷിയായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആ പാവപ്പെട്ടനെ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൾ മാവേലിക്കര എന്ന് വിളിച്ചിരിക്കുന്നു. ആ മകൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ തനിച്ചാണ്. അതിനെ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കാനഡയിലെ ടൊറൻറ്റോയിലെ മാജിയുടെ പേരൻസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവിന് 80-ലേറെ വയസ്സ് പ്രായമുണ്ട്. ഒരു വലിയ സർജറിയിലൂടെ കടന്നുപോയെങ്കിലും സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ മാതാവിനും ഈ അവസ്ഥയിൽ സുഖമില്ല. ആ മാതാപിതാക്കന്മാർക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂടാതെ സ്നേഹമായ ബിനു കോഴഞ്ചേരി കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. 14 വയസ്സുള്ള കുഞ്ഞാണ്. കാലിനൊരു വേദനയായിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും RCCയിൽ വരുവാനും ഏതോ അപാകതകളൊക്കെയും കാണുവാനും ഇടയായി. ക്യാൻസറിൻ്റെ ആരംഭമാണോ സംശയമുണ്ട്. സമ്പൂർണ്ണമായ സൗഖ്യം പ്രാപിപ്പാൻ ഇതുവരെയും ഒന്നും പരിപൂർണമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ആ കുഞ്ഞിന് പൂർണ്ണ വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം സ്നേഹയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൽസ മാത്യു ദുബായ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സുവിശേഷന ഡൊമറ്റി മാത്യുവിൻ്റെ പ്രിയപ്പെട്ടവളാണ്. സമ്പൂർണ്ണമായ സൗഖ്യം എൽസയ്ക്ക് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നേഴ്സിംഗ് കെയറിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് രജി മേരി, കാവ്യ, ടോണിയ, ബീന,
മോളമ്മ, ശാന്തമ്മ, ഷീബ, ജെൻസി, രേണു, റൂബി തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരൊക്കെ ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. എക്സ്പോഷർ ഒരുപാടുണ്ട്. കർത്താവരെ ഇത്രത്തോളം കഴിഞ്ഞ 50 ദിവസമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഫിലഡൽഫിയയിൽ നിന്ന് അന്ന ജോണിക്കുട്ടി, ബ്രൈറ്റി ജോൺ, കുവൈറ്റിൽ നിന്ന് നീനു പോൾ, അതോടൊപ്പം സിമി, സുനി, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദുബായിൽ നിന്ന് ലില്ലി ഓർത്ത് പ്രാർത്ഥിക്കാം. മായ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്ന് സോഫി, ടിസി, അരയിൽ നിന്ന് എൽസി, ലിസി, സോണി, ലിജി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അയർലൻഡിൽ നിന്ന് സോനയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോഹയിൽ നിന്ന് ഷിബി, നയാലിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. UK നിന്ന് അഞ്ജലി പോളിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. മകളെ ബലപ്പെടുത്തുന്നതിനായിട്ട് തനിച്ചാണ്, അധികം പ്രായമില്ല. ആ കുഞ്ഞിനെ ബലപ്പെടുത്തുന്നതിനായിട്ട് ഈ പ്രത്യേകമായിട്ടുള്ള അവസരം ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ്. തനിച്ചായിരിക്കുന്നു. അവിടെ ബലപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അബുദാബിയിൽ നിന്ന് ജെയ്മി ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിജറയിൽ നിന്നുള്ള വത്സ പൈലി ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഇന്നും നാം കേട്ടു ഒരു ഡോക്ടർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 10 ഡോക്ടേഴ്സ് തന്നെ ഇപ്പോൾ ഈ കെടുതി മൂലം മരിച്ചതായിട്ടാണ് നാം ഇവിടെ അറിയുന്നത്. ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ചികിത്സാരംഗത്തുള്ള അവരെ ഓരോരുത്തരെയും കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ ജെയ് ബ്രാഡ്ഫോർഡിൽ നിന്ന് ഉണ്ട്, അദ്ദേഹത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ റെബേക്ക ബ്രാഡ്ഫോർഡിൽ നിന്നുണ്ട്. ഡോക്ടർ റീന ന്യൂയോർക്കിൽ ഒരുപാട് ഈ കോവിഡ് പേഷ്യൻസുമായിട്ട് എക്സ്പോഷറുള്ള ഒരു ഡോക്ടറാണ്. ഒരു ചികിത്സാ രംഗത്ത് ഒരുപാട് പേര് ആ പ്രിയപ്പെട്ട ഡോക്ടറിനെ സമീപിക്കുന്നു. റീനയെ പ്രത്യേകമായിട്ട് കർത്താവ് കാവൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നാണ്. അവിടെയും ഇതുപോലെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ മാത്യു തോമസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ ലെനോഡിനെ ഓർത്ത് നമുക്ക് അലൈനിൽ ഡയറക്റ്റായിട്ട് കോവിഡ് പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നെന്ന് കഴിഞ്ഞ രാത്രിയിലും എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ദൈവം കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥന. കുടുംബമായിട്ട് അവിടെയാണ്, കുഞ്ഞുങ്ങളുണ്ട്, അവിടെ സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഡോക്ടർ എലിസബത്ത് കോവിഡ് പേഷ്യൻസിൻ്റേതായ ഡയഗ്നോസിലും മറ്റും അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പം ഡോക്ടർ എലിസബത്തിനെയും കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മിലനിൽ നിന്ന് ജെയിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാഷ്വിൽ നിന്ന് ആനി നൈനാനെയും ബെക്കിനാനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൈദരാബാദിൽ നിന്ന് പ്രിയപ്പെട്ട മാർട്ടിൻ ഹെൻറിയെയും ഹിൽഡയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്ന് റോസമ്മയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ COVID-19 ഒരു പ്രതിവിധി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിവേഗം ഇതിനൊരു പരിഹാരം കാണുവാൻ തക്കവണ്ണം, ഒരു പ്രതിവിധി കാണുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇതിനൊരു പ്രതിരോധം, വാക്സിൻസ് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ കണ്ടുപിടുത്തത്തിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് ആയിരങ്ങളാണ്. മരണനിരക്ക് അനുദിനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനേകായിരം കുടുംബങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ അതേ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നു. അവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇതിൻ്റെ കെടുതികൾ മൂലം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ അനേകരാണ്. ജോലി നഷ്ടപ്പെട്ടവർ മടങ്ങി നാട്ടിലേക്ക് വരുവാനായിട്ട് ഒരുപാട് പേര് പരിശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. കാരണം ഒരു 1-2 ഫ്ലൈറ്റ് ഒരു ദിവസം വന്നെന്ന് പറഞ്ഞാലൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം എല്ലാ രാജ്യത്തും ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികളുമാണ്. അപ്പോൾ ഈ സഹോദരങ്ങളെല്ലാം പുറം നാടുകളിൽ ആയിരിക്കുന്ന അവർക്ക് മടങ്ങി വരുവാൻ തക്കൊണ്ടൊരു സൗകര്യവും സാഹചര്യവും ഇല്ല. കാരണം വളരെയേറെ പരിമിതികളാണ്. ഒരു പ്ലെയിൻ അല്ലെങ്കിൽ 2 പ്ലെയിൻ വന്ന് വിചാരിച്ച് ഒന്നും ആകുന്നില്ല. 139, 190 ആൾക്കാർ വന്ന് വിചാരിച്ച് ഒന്നും ആകുന്നില്ല. ലക്ഷങ്ങളാണ് അവിടെ കാത്തു കിടക്കുന്നത്. കപ്പലിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ സഹോദരങ്ങളൊക്കെ നരകയാതന അനുഭവിക്കുന്നവരാണ്. തുടർച്ചയായിട്ടുള്ള ഒരു പരിശോധന പോലും നടത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന ഗർഭിണികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, പല രീതിയിൽ വിഷമിക്കുന്നവരും. രോഗികൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ ലഭിക്കാൻ കൊണ്ട് സാധിക്കാത്ത അവസ്ഥകളൊക്കെയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി കർത്താവ് അതിവേഗം ഇങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വഴി തുറക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പലപ്പോഴും നാട്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് മക്കൾ പുറത്താടുകൾ കഴിയുന്നതെന്നുള്ള ചിന്ത അനേകർക്കില്ല എന്നുള്ളൊരു ദുഃഖസത്യമാണ്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ നിലവിളിക്കുവാനോ ഒന്നും അനേകർ ഇവിടെ മുന്നോട്ട് വരുന്നില്ല. കാരണം ഇവിടെ എല്ലാം സുരക്ഷിതമാണ്. ഇവിടെ മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല ഏറ്റവും മികച്ച ചികിത്സകളും മികച്ച അച്ചടക്കത്തോടുള്ള കാര്യങ്ങൾ നടക്കും. എന്നാൽ വിദേശ നാട്ടിൽ തങ്ങളുടെ മക്കളായിരിക്കുന്നു. അവരെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖസത്യമാണ്. അപ്പോൾ
ഈ നാട്ടിലുള്ളവരും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ദുഃഖത്തിൻ്റേതായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷിതം മടങ്ങി വരുവാൻ, അതിനുള്ള വഴികൾ തുറക്കുവാൻ ഒക്കെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു സിൻഡ്രോം അമേരിക്കയിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ COVID-19 പാർശ്വഫലം എന്നുള്ള നിലയിൽ അതിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പ്രത്യേകമായിട്ടുള്ള രോഗം കുഞ്ഞുങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. അതിന് ചികിത്സയില്ല, അതിന് യാതൊരു രീതിയിലുള്ള പ്രതിവിധിയും കണ്ടുപിടിക്കുവാൻ കഴിയാതെ അവിടെ ശാസ്ത്രജ്ഞന്മാർ കുഴയുകയാണ്. അപ്പോൾ അതിനും ഒരു പ്രതിവിധിയും അതിന് തീർച്ചയായിട്ടും ഒരു വിരാമം ഉണ്ടാക്കിയാൽ മതിയാവും. നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ കെടുതിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നാനാതലങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല വേദനയിലുണ്ട്. അവരെയൊക്കെയും കർത്താവ് കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകളിൽ ഈ സഹോദരങ്ങളെല്ലാം ഓർത്ത് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ജാതി മത ഭേദമന്യേ ഭാഷാ വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും ഓർത്ത് നാം പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ ഇത്രയും പേരൊക്കെ പറയുന്നത് ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരും അത് സഹായം വേണമെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നവരുമാണ്. ആര് സഹായത്തിനായിട്ട് അപേക്ഷിച്ചിരുന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രെയർ സോണിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ നാം പ്രാർത്ഥിക്കും. പക്ഷേ ഇത് ഇന്ന് അനേകർക്ക് ഇങ്ങനെ ഒന്ന് പേര് കൊടുക്കുക, പിന്നെ യാതൊരു ബന്ധവും പുലർത്താതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തിലുണ്ട്. എങ്കിലും അതൊന്നും നാം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുകയാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നോട് പരമാർത്ഥമുള്ളവരെയാണ് ദൈവം സൗഖ്യമാക്കുന്നത്, ദൈവം വിടുവിക്കുന്നത്, ദൈവം വഴി നടത്തുന്നത്. വക്രനോട് ദൈവം വക്രനാകുന്നു, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പരമാർത്ഥ ദൈവത്തിന് എന്നെക്കാളും നിങ്ങളെക്കാളും കൂടുതൽ അറിയാം. അതനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥയുടെ കടന്ന് നിലവിളിക്കുവാനും അതോടൊപ്പം ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അതോട് ചേർന്ന് നിന്ന് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ ശുശ്രൂഷകളുടെ വിവരങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അധികമാരൊന്നും അവരെ കോൺടാക്റ്റ് ചെയ്യാനും ഇതോട് ബന്ധപ്പെടാനൊന്നും ആഗ്രഹമില്ല. കാരണം കേൾക്കണം എന്നതിൽ കവിഞ്ഞ് കൂടെ നിന്ന് പ്രവർത്തിക്കുവാനും അനേകർക്ക് യേശുവിൻ്റെ സൗഖ്യവും സാന്ത്വനവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ കൊണ്ട് പ്രവർത്തിക്കുവാൻ അനേകർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഏകദിന ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച 15-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണി ഇന്ത്യൻ സമയത്ത് ആരംഭിക്കുകയാണ്. അതിലെല്ലാവരും പങ്കെടുക്കണം. അതോടൊപ്പം ആ ഉപവാസ പ്രാർത്ഥന 24 മണിക്കൂറാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:30 മണി വരെയാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കത്തക്ക ഒരു ടൈം സോണാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിലും പല സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് പങ്കെടുക്കത്തക്ക അനുയോജ്യമായ ഒരു സമയക്രമമാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ അനേക രാജ്യങ്ങൾ തുടർന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും കൂടുതലായി പങ്കെടുക്കുവാനൊക്കെ വേണം. അങ്ങനെ ദൈവത്തിൻ്റെ സ്ഥലം നിലവിളിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഉപാധിയാണ് ഉപവാസവും പ്രാർത്ഥനയും. ഈ ശുശ്രൂഷ കണ്ടുപിടിച്ചതോ ബ്രദർ കണ്ടുപിടിച്ച കാര്യമല്ല. അത്യുന്നതനായ ദൈവം തിരുവചനത്തിൽ കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ആ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്രകാരമുള്ള വലിയ വലിയ പകർച്ചവ്യാധികളുടെ നടുവിൽ, ക്ഷാമത്തിൻ്റെ നടുവിൽ, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാൻ തക്കതിനോണം ദൈവം തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുത്ത ഉപാധിയാണ് ഉപവാസവും പ്രാർത്ഥനയും. അതുമാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈ മഹാകെടുതിയിൽപ്പെടാതെ അതേ ദൈവം നമ്മളെ വിടുവിക്കുവാനും വഴി നടത്തുവാനും തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ആ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങ് ഓർക്കണമേ. ലോകത്തിലെ നാനാ രാജ്യങ്ങൾ കർത്താവേ COVID-19 കെടുതി മൂലം കഷ്ടത്തിലും നഷ്ടത്തിലും വേദനയിലും യാതനയിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പേര് പറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ എത്രയോ മടങ്ങ് കൂടുതലാണ് കർത്താവ് കഷ്ടം. കോടാനുകോടി ജനങ്ങൾ കഷ്ടത്തിലായിരിക്കുന്നു. അവരുടെ നടുവിൽ അവിടുത്തെ കരുണയും അവിടുത്തെ കാവലും അവിടുത്തെ സ്നേഹവും പകർന്ന് അവരെ വിടുവിക്കാൻ അങ്ങ് പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തിനൊരു പ്രതിവിധി കണ്ടുപിടിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ഇതിന് പ്രത്യേകമായിട്ടൊരു പ്രതിരോധം കണ്ടുപിടിപ്പാൻ സഹായിക്കണമേ കർത്താവേ. കഴിഞ്ഞ കാലങ്ങൾ ചരിത്രത്തിലങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങ് ഓർക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ കുറവുകൾ ക്ഷമിച്ച് അടിയങ്ങളുടെ മേൽ മനസ്സലിഞ്ഞ് കർത്താവ് അടിയങ്ങളുടെ എല്ലാവിധ ബലഹീനതകളും പാപങ്ങളും ക്ഷമിച്ച് കർത്താവെ ഇതിന് ഒരു അറുതി വരുത്തുവാൻ തക്കവണ്ണം അവിടെ നിന്ന് എഴുന്നേൽക്കണമേ. ഈ കെടുതി മൂലം കർത്താവ് ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും ഒത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസമായി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ്. രോഗികളെ ചികിത്സിക്കുവാൻ തക്കവണ്ണം ശുശ്രൂഷ രംഗത്തുള്ള എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അവർക്ക് കാവൽക്കാരനായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ ഈ രാത്രി ജനങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. അവിടുത്തെ ആശ്വാസവും സാന്ത്വനവും സമാധാനവും സൗഖ്യവും
കർത്താവെ പരമാർത്ഥത്തോടെ സുൾ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, COVID-19 ഭയാനകമായ ആക്രമണം മൂലം ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ കോടാനുകോടി ജനങ്ങളാണ് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ COVID-19 ബാധിച്ച രോഗികൾക്ക് വേണ്ടി മാത്രമല്ല, രോഗബാധയുണ്ടോ എന്ന് സംശയിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രത്യുത അതിലൊക്കെ എത്രയോ മടങ്ങധികമാണ് ഇത് സൃഷ്ടിച്ച ആഘാതം മൂലം മുൻപോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്നത്. അവർ നിസ്സഹായരായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് മടങ്ങി വരുവാൻ നിർവാഹമില്ല. സഹായത്തിനായിട്ട് ആരെയും ആശ്രയിക്കുവാനില്ല. ആരാ സഹായിക്കുന്നത്? സഹായിക്കുവാൻ തക്കവണ്ണം ഒരുപാട് പരിമിതികളുണ്ട്. സഹായിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഈ കെടുതി, അതിന് ഒരു പരിഹാരം പെട്ടെന്ന് മനുഷ്യ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ യുക്തി കൊണ്ടോ കണ്ടുപിടിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നിസ്സഹായരായിട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. രോഗികളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുവാനല്ല, രോഗത്തെക്കുറിച്ച് സംശയിക്കുന്നവരെക്കുറിച്ചോ ക്വാറൻറ്റൈനിലുള്ളവരെക്കുറിച്ച് മാത്രമല്ല, അതിനുപരിയായിട്ട് അതിനെ 100 മടങ്ങോ അതിലപ്പോൾ എത്രയോ മടങ്ങ് അധികമായിട്ടാണ് ലോകം മുഴുവൻ ഈ കെടുതിയിൽപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ മാർഗമില്ലാതെ വലയുന്ന, തൊഴിൽ നഷ്ടപ്പെട്ട് ഒക്കെയുള്ള അനേക സഹോദരങ്ങളുണ്ട്. അവർ നിസ്സഹായരാണ്. ഇന്ന് പ്രഭാതത്തിലൊരു സഹോദരനെ വിളിച്ച് പറയുകയുണ്ടായി, അത് മുൻപോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഒരു വിദേശ രാജ്യത്താണ്. അപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു വീട് വേണ്ടിയിരിക്കുന്നു. റെൻറ്റിനെടുക്കാൻ ആര് റെൻറ്റിന് കൊടുക്കും? ജോലിയില്ലാത്തവർക്ക് റെൻറ്റിന് വീട് കൊടുക്കുകയില്ല. ലോക്ക്ഡൗൺ നിമിത്തം ജോലി നഷ്ടപ്പെട്ടു. എന്താണ് ചെയ്യുക? അപ്പോൾ ഇവിടെ നമ്മുടെ മാതാപിതാക്കന്മാരും സാറൊക്കെ വിചാരിക്കുന്ന അവരൊക്കെ വിദേശത്താണ്, ഭയങ്കരമായിട്ടുള്ള നല്ല ലക്ഷറിലായി ജീവിക്കുന്നതാണ്. വാസ്തവത്തിൽ യഥാർത്ഥമായിട്ട് നിസ്സഹായരായിട്ട് തീർന്നിരിക്കുന്ന അനേക സഹോദരങ്ങൾ, അവർക്ക് സഹായം ആവശ്യമുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയും പ്രതിബന്ധവും ഒക്കെ നിലനിൽക്കെ തന്നെ ഒരു ദൈവ പൈതലിന് ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ജോലി നഷ്ടപ്പെട്ടേക്കാം, അത് വീടിൻ്റെ പ്രശ്നം ഉണ്ടായേക്കാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, അനേകമായ പ്രതിസന്ധികൾ തിരമാലകൾ പോലെ 4 വശത്ത് ആഞ്ഞടിച്ചേക്കാം. ഇവിടെയാണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്നത്. ധാരാളം സഹോദരങ്ങൾ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ശുശ്രൂഷയോട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള അനേക സഹോദരങ്ങളുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുമുണ്ട്. ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധം പുലർത്തുന്നവരുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന് ഭവിച്ചിരിക്കുന്ന ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ, ഈ മഹാമാരിയുടെ നടുവിൽ നിസ്സഹായരായി തീർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. അവരോടൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ദൈവത്തെ മാത്രമാണ്. ഇപ്രകാരമുള്ള പ്രതിസന്ധികളിൽ എങ്ങനെയാണ് വിശ്വാസവീരന്മാർ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റിയത്? എങ്ങനെയാണ് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നേറിയത് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പാഠമാകണം. ഇതൊക്കെ ഒരു സാധാരണക്കാരോട് പറയുമ്പോൾ പറയും, ഇതൊക്കെ ഇങ്ങനെ ഇവരെല്ലാം പ്രസംഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇവരുടെ കയ്യിലുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഒരു ദൈവപൈതൽ ഒരിക്കലും പറയുവാൻ സാധ്യമല്ല. ദൈവ പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് കഴിഞ്ഞ കാലത്ത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സംജ്ഞ വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം ഇന്നത്തെ ഈ കെടുതിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കും ഈ പ്രശ്നമുണ്ട്. രോഗികളായിട്ടുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചവരൊക്കെ ബലഹീനൻ്റെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതെ, രോഗമുഖത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനേകായിരം സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായും അവർ ദൈവത്തെ അറിയാനിട്ടില്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിനോട് പ്രവർത്തിക്കാഞ്ഞിട്ടില്ല. പക്ഷേ അവരെയൊക്കെയും വിടുവിക്കുന്ന ഒരു ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. ആ ദൈവമാണ് അവരെ നടത്തുന്നത്. നീതിമാന് വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വരുന്ന അനർത്ഥങ്ങൾ അസംഖ്യമാണ്.
എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു കൂട്ടിച്ചേർപ്പുണ്ട്, യഹോവ അവയിൽ നിന്നൊക്കെയും അവരെ വിടുവിക്കുന്നു. ഈ ആത്മീയമായ യാത്രയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകും. പിശാച് നമ്മളെ തകർക്കുവാൻ തക്കൊണ്ട് ഒരുപാട് പരിശ്രമിക്കും. വേദനകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള യാതനകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെയും. പക്ഷേ അവയുടെ നടുവിൽ അചഞ്ചലമായിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ദൈവം മിന്നൽ പോലെ വന്ന് നമ്മളെ രക്ഷിക്കുന്നത്, സൂക്ഷിക്കുന്നത്. 121 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അതെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. Today we find that millions of people are affected by the problems created by the COVID-19 virus. So many are suffering. It's not only the sick, but the aftermath which is being created by this great sickness, by this pandemic, that is really crippling mankind. You see, economy is shattered, jobs are lost. You see, mankind has come to a standstill, progress has come to a standstill. Even nations which are rich, they are just breaking down because of unemployment. Because the spread of the disease, they cannot contain it. It's a pandemic. So in all such situations, even the children of God, they do not know how to go forward. But a child of God has nothing to fear. Because there are difficult situations in life. Just because you serve God and you have faith in God and you're a child of God, it doesn't mean that nothing will happen to you. We may also have to suffer. You may also have to go through difficulties, situations, joblessness. You know, all difficulties would be there, obstacles, but the difference is a child of God will be taken care of by God. Always in helpless situations, God will be his help. In so many ways, we are helpless. See, millions of people are abroad. So many want to come back to their home countries, but they cannot. The transportation is completely stopped. Inland transportation is completely blocked. You cannot travel from one district to another district. Forget from one country to another country. No. You find all the aircrafts are grounded. You see? So, the world has come to a standstill. It's misery everywhere. But amidst all this, a child of God should never lose his hope, because God is his rock. The psalmist says in Psalm 121, I will lift up my eyes to the hills. Where does my help come from? My help comes from the Lord who made heaven and earth. So you don't have to get upset about it. You don't have to be in despair, despondency, because there's a promise that he would help us. When human help fails, heavenly help would come for children who have faith in God. Not for everybody. Human help will fade away, will vanish. But a child of God has nothing to fear, because it is then that the heavenly help comes. I have experienced this many times in my life. So Psalm 121 is a psalm of hope. Actually, this psalm is called a psalm of ascent. There are 15 such psalms in the Bible. That is from Psalm 120 to Psalm 134. Normally, these psalms were sung by pilgrims who used to go to Jerusalem for pilgrimage. And they used to sing because, the temple of Jerusalem is on a mount, Mount Moriah. So they'll be singing these hymns. So some people, they classify it as a travel psalm.
where they get a lot of hope, they strengthen their faith and they march on. It's a marching song. ആരോഹണ ഗീതങ്ങൾ എന്ന പേരിലാണ് ഈ സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നത്. 15 സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണ് 120 സങ്കീർത്തനം. 134 സങ്കീർത്തനം വരെ ആരോഹണ ഗീതങ്ങൾ. തീർത്ഥാടനത്തിനായിട്ട് യെരുശലേമിലേക്ക് പോകുന്ന യാത്രക്കാരുടെ യാത്രാഗാനമാണിതെന്നാണ് പറയപ്പെടുന്നത്. യഹൂദന്മാരൊക്കെയും പോകുമ്പോൾ അവരിങ്ങനെ പാടിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 3 പ്രധാന പെരുന്നാളുകളാണ് യഹൂദ മതത്തിലുള്ളത്. അപ്പോൾ ആ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ യാത്ര ചെയ്ത് പോരുമ്പോൾ അവർ പാടുന്ന പാട്ടാണ് ഈ ആരോഹണ ഗീതം. ഈ ആരോഹണ ഗീതങ്ങൾ പാടിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ആ പർവ്വതത്തിലേക്ക് അവർ നടന്നു പോയാണ്. കാരണം യെരുശലേം ദേവാലയം മോറിയ പർവ്വതത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിറകിലുണ്ട്. എന്നാൽ ഇപ്രകാരം ആരോഹണ ഗീതം ഉളവാകുവാനുള്ള കാരണം ആരോഹണ ഗീതമായിട്ട് രചിച്ചതല്ല. ഇതിൽ പല ആരോഹണ ഗീതങ്ങളിലും അത് ആരെഴുതിയതാണെന്ന് എഴുതിയിട്ടില്ല. ചില ആരോഹണ ഗീതങ്ങൾ ദാവീദ് എഴുതിയതാണെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 121 സങ്കീർത്തനം രചിച്ച് പാടിയിരിക്കുന്നത് ദാവീദാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. തൻ്റെ വാത്സല്യ മകനായ അല്ലെങ്കിൽ താൻ ഏറെ സ്നേഹിച്ചിരുന്ന അബ്ശലോം രാജകുമാരൻ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ച് യെരുശലേമിലേക്ക് സൈന്യവുമായിട്ട് കടന്നു വരുമ്പോൾ ദാവീദ് രാജധാനിയും കൊട്ടാരവും എല്ലാം വിട്ട് ഓടിപ്പോവുകയാണ് യഹൂദ മരുഭൂമിയിലേക്ക്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് പോകുന്ന അവസ്ഥയിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 121 സങ്കീർത്തനമെന്ന് പാരമ്പര്യത്തിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. ചിലരിത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേങ്കിൽ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയുടേതായിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിലെ വരികൾ പരിശോധിക്കുമ്പോൾ അപ്രകാരം എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യാശയുടെ പ്രതിബിംബമാണ് 121 സങ്കീർത്തനത്തിൽ കാണുന്നത്. ആരിലാണ് പ്രത്യാശ? താൻ പ്രിയം വെച്ച ദൈവത്തിലുള്ള പ്രത്യാശ. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിഭാഗം ഇത് ദാവീദ് രചിച്ചതാണെന്ന് പറയുവാൻ മുഖാന്തരമായി തീർന്നിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് രാജധാനി, സ്ഥാനമാനം, സ്നേഹിതർ എല്ലാവരും നഷ്ടപ്പെട്ടു. പലരും അബ്ശാലോമിനോട് ചേർന്നു. അങ്ങനെ ഏകനായിട്ട് നിസ്സഹായനായിട്ട് മുൻപോട്ട് പോവുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സഹായമില്ലാതെ തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച അനേകരുടെ മുൻപിൽ സഹായമില്ലാതെയാണ് ദാവീദ് പോകുന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ താൻ ശൗലിനാൽ വേട്ടയാടപ്പെട്ടപ്പോൾ ജീവിച്ചിരുന്ന യഹൂദ മരുഭൂമിയിലേക്കാണ് ദാവീദ് കടന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന അവസ്ഥയിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 121 സങ്കീർത്തനം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല യഹൂദ മതത്തിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം യഹൂദന്മാർ അവരുടെ ഭവനത്തിൽ മെസൂസ എന്ന് പറയുന്നൊരു കാര്യം അവരുടെ കട്ടിളമേൽ വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു തോൽപ്പെട്ടിയാണ്. ആവർത്തന പുസ്തകം അത് 16-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പോകുമ്പോൾ ഭവനത്തിന് പുറത്തിറങ്ങുമ്പോൾ അവർ 5-ാമത്തെ വാക്യം പ്രാർത്ഥിക്കും. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. അതേ മുട്ടിയിട്ട് ആ വാതിക്കൽ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. മടങ്ങി വരുമ്പോൾ 8-ാമത്തെ വാക്യം 121 സങ്കീർത്തനം 8-ാം വാക്യമാണ് പറയുന്നത്. യഹോവ നിൻ്റെ ഗമനവും ആഗമനവും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഭവനത്തിന് പുറത്തു പോകുന്നു, മടങ്ങി വരുന്നു. അങ്ങനെ വളരെയേറെ പ്രാധാന്യം ഇന്നും യാഥാസ്ഥിതികരായ യഹൂദ ജനത ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നാം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. കണ്ണ് എവിടേക്കാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നോട്ടം എവിടെയാണ് പതിക്കുന്നത്, അവിടേക്കാണ് നാം മുൻപോട്ട് പോകുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഞാൻ പറയട്ടെ, അവൻ്റെ നോട്ടം പർവ്വതങ്ങളിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ നോട്ടം 3 ദിക്കുകളിലേക്കാകാം. ഒരുവന് നോക്കുമ്പോൾ താഴേക്ക് നോക്കി പോകുന്നവരുണ്ട്, നേരെ മുൻപോട്ട് നോക്കിയിട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ആകാശത്തേക്ക്, ആകാശവിതാനങ്ങളിലേക്ക് നാം സാധാരണഗതിയിൽ പോകുമ്പോൾ നോക്കാറില്ല. കാരണം നമ്മുടെ മുൻപോട്ടുള്ള പാതയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ 3 കൂട്ട നോട്ടങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതയാത്രയിൽ മനുഷ്യന് 3 തരത്തിലുള്ള നോട്ടങ്ങൾ. ഒന്ന് ഭൂമിയുടേതായിട്ടുള്ള താഴേക്കുള്ള നോട്ടം, അവൻ സമ്പാദിച്ചു കൂട്ടിയ ധനത്തിൻ്റേത് മഹിമയെക്കുറിച്ചുള്ള നോട്ടം, അവന് കെട്ടിപ്പടുത്ത ഭവനത്തെക്കുറിച്ചുള്ള നോട്ടം, ഭൗതികമായിട്ട് നേടിയെടുത്ത എല്ലാവിധ സ്ഥാനമാനങ്ങളെക്കുറിച്ചെല്ലാം ഭൂമിയിലെ ഭൗതികമായ നോട്ടങ്ങളാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ട് ആശ്വസിച്ചിരിക്കുകയാണ്. സമ്പാദ്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള വലിയ വലിയ മേന്മേറിയ കാര്യങ്ങളാണ് ചിലർ നോക്കിക്കൊണ്ട് പോകുന്നത്. നോട്ടം ഭൂമിയിലേക്കാണ്, താഴേക്കാണ്. അവർക്ക് പലപ്പോഴുമുള്ള പ്രതീക്ഷ ഇവർ നേടിവച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അവരെ രക്ഷിക്കുമെന്നാണ്. എന്നാൽ എത്രമാത്രം ധനം സമ്പാദിച്ചിരുന്നാലും, മറ്റ് ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എത്രത്തോളം ഉണ്ടായിരുന്നാലും, മനസ്സിൻ്റെ സമനില തെറ്റിയാൽ അതോടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഈ നാളുകളിൽ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ്. നാം പലപ്പോഴും നോക്കുന്നത് നമ്മൾ എന്തൊക്കെ നേടി എന്നതിനെക്കുറിച്ചാണ്. മനുഷ്യരുടെ മുമ്പിൽ എത്രമാത്രം പെരുവയും പേരും നാം സമ്പാദിച്ചു എന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. ഇന്ന് മൈക്രോസ്കോപ്പിൽ കൂടെ പോലും കാണുവാൻ കഴിയാത്ത ഒരു കീടം അല്ലെങ്കിൽ ഒരു വൈറസ് വന്ന് ഈ വലിയ സമ്പാദ്യങ്ങളും താഴേക്ക് നോക്കി ഒരുപാട് കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന മനുഷ്യനെ കീഴട വിറപ്പിക്കുകയാണ്. അവൻ നേടിയ യാതൊരു സംവിധാനങ്ങൾക്കും അവനെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അത് ചിലർ നേരെയാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ, സ്ഥാനങ്ങൾ, വലിയ വലിയ ആൾക്കാരോട്ട് പരിചയങ്ങൾ, സ്വാധീനങ്ങൾ, മറ്റു പല പല കാര്യങ്ങൾ, അനുദിന ജീവിതത്തിൽ മുൻപോട്ടാണ് പോക്ക്. എപ്പോഴും കുതിച്ച് 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 പോകാനുള്ള പ്രവണതയാണ്. ഏത് കാര്യം വന്നാലും അതിനെ കീഴടക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. നേരെ അവരുടെ നോട്ടം, അവർക്ക് വേറെ താഴേക്ക് നോക്കത്തില്ല, മേളിലേക്ക് നോക്കത്തില്ല, മുൻപോട്ട് തന്നെ, പുറകോട്ട് നോക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള യാതൊരു ഓർമ്മയുമില്ല. അങ്ങനെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് സ്വാധീനങ്ങളുണ്ട്, മറ്റ് പല രീതികളിലുള്ള പിടിപാടുകളുണ്ട്. ഏത് വന്നാലും, എന്ത് കാര്യം വന്നാലും അതിനെ കീഴടക്കാമെന്നുള്ള ഒരു ധാരണ. ആധുനിക വൈദ്യശാസ്ത്രം, ചികിത്സാ രീതികൾ എന്ന് വേണ്ട, ഏത് കാര്യമായാലും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല എന്ന് കരുതിക്കൊണ്ട് പോകുന്നവർ നേരെയുള്ള നോട്ടക്കാരാണ്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു കെടുതിയുടെ നടുവിൽ, മഹാമാരിയുടെ നടുവിൽ ഇവരുടെ മുൻപോട്ടുള്ള ഗമനം നിശ്ചലമാക്കിയിരിക്കുന്നു. 121-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, നിൻ്റെ ആഗമനം ഇന്നു മുതൽ എന്നേക്ക് ഞാൻ പരിപാലിക്കും, ദൈവം തരുന്ന വാഗ്ദത്തമാണ്. അത് ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തിയാകാൻ സാധ്യമല്ല. കാരണം സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും യുക്തി കൊണ്ടും ഭൂമിയിൽ നേടിവെച്ചിരിക്കുന്ന എല്ലാം നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് ഓടുന്നത്. വീണ്ടും വീണ്ടും അത് പിടിച്ചെടുക്കുവാനും കെട്ടിപ്പടുക്കുവാനുമായിട്ട്. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ ബുദ്ധി ഉപദേശിക്കുന്നത്. See, I was talking about where your looks are. There are 3 types of looks. There are people who look down. Look down in the sense, they look down because always all their wealth, all their belongings, whatever they have gained in this world, riches, houses, all of them give them a lot of satisfaction.
So they look always on that and they think these riches will save them. Social status, you see, great positions which they have earned. So they look down and they believe that these things would save them. They are looking down. And there are people who just look ahead. They don't look back, they don't look down, because always their motive is to grab more and more and more. They are confident that they can conquer anything, they can achieve anything. They are achievers. You see, the modern science, medical facilities, and so much of other modern amenities can save them. That's what they think. They don't bother about the consequence. They feel everything can be sorted out, solved. Any medical problem can be simply solved. They don't bother about anything. They have got influences. They always think that the influences in society can save them. They think that their capacities and capabilities to handle situations will save them in any case. They only look forward. So these two categories have nothing to do with people who look up. They are a small minority. In a crisis, the first two groups, they always look upon their own capabilities and capacities. Those who look down and they look forward. There's a third category of people who look up. They look up into the heavens. They look up at God. അപ്പോൾ താഴേക്കും മുൻപോട്ടുമല്ല മുകളിലേക്ക് നോക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് 123 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതിപ്രകാരമാണ്: സ്വർഗത്തിൽ വസിക്കുന്നവനെ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. അതാണ് 121 സങ്കീർത്തനത്തിൽ പറയുന്നതും. നിങ്കലേക്ക്, യഹോവയെങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. മാത്രമല്ല, 2-ാം വാക്യത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്: ദാസന്മാരുടെ കണ്ണുകൾ തങ്ങളുടെ യജമാനൻ്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ തൻ്റെ യജമാനത്തിയുടെ കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം നോക്കുകയല്ല, ഇതുപോലെ ഒരു പ്രാർത്ഥനയിൽ വന്ന് ഇരുന്നിട്ട് എണ്ണീറ്റ് പോകുന്നതല്ല. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ദൈവഭക്തൻ്റെ അനുഭവം. ഭൗതികമായ നേട്ടങ്ങളല്ല, സ്വാധീനങ്ങളല്ല, അവൻ്റെ ദൃഷ്ടികൾ എപ്പോഴും സ്വർഗത്തിലേക്കാണ്. പർവ്വതങ്ങളെന്ന് പറയുമ്പോൾ പർവ്വത സമാനമായിട്ട് ഒരു വർണ്ണനയാണത്. തീർച്ചയായിട്ടും മുകളിലേക്കാണ് നോക്കുന്നത്, സ്വർഗത്തിലേക്കാണ് നോക്കുന്നത്. എല്ലാ സംശയവും അതിനെക്കുറിച്ച് ദൂരീകരിക്കുവാനാണ് 123 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്: സ്വർഗത്തിൽ വസിക്കുന്നവനെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. ഈ കഷ്ടങ്ങളുടെ താഴ്വരയിൽ നിസ്സഹായരായിട്ട് നമുക്ക് എത്രമാത്രം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയുന്നുണ്ട്. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തുണയായിരിക്കുന്നു എന്നല്ല, യഥാർത്ഥ പരിഭാഷ സഹായമായിരിക്കുന്നു എന്നാണ്. കാരണം ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. എ ഹെൽപ്പ് ഇൻ ട്രബിൾ. അപ്പോൾ ദൈവം നമ്മുടെ സങ്കേതമാണ്, ഇതിൻ്റെ ബലമാണ്. മാത്രമല്ല, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത സഹായമാണ്. ഈ സഹായമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ആരവം മുഴങ്ങുമ്പോൾ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്കാണ്. അത് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് അത് പാടുന്നുണ്ട്. 23-ാം സങ്കീർത്തനം അതിപ്രകാരമാണ്: കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയന ഞാൻ വസിച്ചിടും. ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയന ഞാൻ വസിച്ചിടും.
യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. അപ്പോൾ ഒരു ഖേദവുമില്ല. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടു. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. സഹായം വരുന്ന മനുഷ്യൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടല്ല, ജോലി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ചഞ്ചലപ്പെടുവാനല്ല, ദൈവത്തിലേക്ക് നോക്കണം. ഞാൻ എന്നെ വിളിച്ച് സഹോദരന് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ ദൃഷ്ടി ദൈവത്തിലേക്കാകട്ടെ. കാണുന്ന മനുഷ്യരോടോ അതേ കൂട്ടുപാടുള്ളവരുടെ ജോലി കിട്ടാനുള്ള അവസ്ഥയിൽ പരക്കം പായുന്നവരോടല്ല, ദൈവത്തേക്ക് നോക്കുക. ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കും. ഈ ദൈവം സഹായം അയക്കുന്നു എന്ന് പറയുമ്പോൾ, അവനെൻ്റെ സഹായക്കാരനാണെന്ന് പറയുമ്പോൾ 121-ാം സങ്കീർത്തനത്തിൻ്റെ വിവിധമായ തലങ്ങളെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് പറയുന്നത്, നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹി വിൽ നോട്ട് ലെറ്റ് യുവർ ഫുട്ട് സ്ലിപ്പ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കാൽ വഴുതുക എന്ന് പറയുന്നാൽ രണ്ട് രീതിയിലുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാൽ കാൽ വഴുതി പോകുന്നവരുണ്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കുത്തുകാൽ വെക്കുക. എങ്ങനെയെങ്കിലും ഇതിനെ തള്ളിയിടാനായിട്ട് കാല് കുത്തുകാൽ വെച്ച് തള്ളിയിടാം. മുൻപിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കാൽ വഴുതി പോകും. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമാകുന്ന പാറകളിലൂടെ കടന്നു പോകുമ്പോൾ, നിരപ്പില്ലാത്ത കൂർത്ത മുനകളുള്ള മെറ്റലുള്ള റോഡ് നമുക്കറിയാം. അവിടെ കൂടെ നടന്നു പോകുമ്പോൾ കാൽ വഴുതി പോകും, കാൽ ഇടറിപ്പോകും. യു നോ ദ സിറ്റുവേഷൻസ്. ഹി വിൽ നോട്ട് ലെറ്റ് യുവർ ഫുട്ട് സ്ലിപ്പ്. ബി സ്ലിപ്പ് ഡൗൺ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു സ്ലിപ്പ്? യു വിൽ fall down. And that may be the end of the story. So, the problems and difficulties may probably push you down. You see, it will cause your foot to slip down. Here the psalmist says, he will never let you. He will never let your foot to slip down. That's the most important thing. പ്രയാസങ്ങളാകുന്ന പായലുകൾ വഴുവഴുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ദൈവപൈതലിൻ്റെ കാലുകളെ അവൻ സൂക്ഷിക്കുന്നുണ്ട്, അവൻ പരിപാലിക്കും, അവൻ വഴി നടത്തും. ഈ ജീവിതയാത്രയിൽ നാം വീണുപോകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാലുകളെയാണ് ദൈവം സൂക്ഷിക്കുന്നത്. കാരണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളായ കാര്യങ്ങൾ ആഞ്ഞടിച്ച് വരുമ്പോൾ നമ്മുടെ കാലിടറിപ്പോവും. നൈമിഷിക വികാരങ്ങൾ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കും. നഷ്ടങ്ങൾ, നാശങ്ങൾ, അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളൊക്കെയും അനേകരുടെ സ്വന്തം ജീവൻ ഒടുക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ പൈതൽ വീഴുവാൻ സമ്മതിക്കുകയില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്തിൻ്റെ രുചിയുള്ള മുഖാന്തരം എടുക്കപ്പെടുന്നത്. ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിടുവാനുള്ള ഊർജം, ആർജവം ഒരു ദൈവത്തിൻ്റെ പൈതലുണ്ട്. ദൈവകൃപയാണത്. അപ്പോൾ ദൈവകൃപയില്ലാത്ത മനുഷ്യനാണ് മുൻപോട്ട് വന്ന നിവൃത്തിയിൽ ഇതെല്ലാം അവസാനമാണെന്ന് ചിന്തിച്ച് അതേ അപ്രകാരമുള്ള പ്രവൃത്തികളിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ പ്രശ്നവും പ്രതിബന്ധവും കടന്നു വരുമ്പോൾ മുൻപോട്ട് തന്നെ പോകുവാൻ തക്കവണ്ണം ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. അത് വലിയ കാര്യമാണ്. 91-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് അവൻ അതേ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിൻ്റെ എല്ലാ വഴികളിലും. ഒരു ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവത്തെ വിളിക്കാത്തവനും ദൈവത്തെ അന്വേഷിക്കാത്തവനുമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ ഭക്തന്മാരെക്കുറിച്ച്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു വഴിയല്ല, നിന്റെ ചുവടുകളെ മുഴുവൻ സൂക്ഷിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. മാത്രമല്ല, നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. ഇതുപോലെയുള്ള പ്രശ്നങ്ങളാകുന്ന കല്ലുകൾ വരുമ്പോൾ നിൻ്റെ കാൽ കല്ലിൽ അങ്ങനെയാണല്ലോ വീഴുന്നത്.
കാൽ വഴുതി പോകുന്നത് ഇതുപോലെ തട്ടിയാണ്. മനുഷ്യൻ തട്ടി വീഴ്ത്തുന്നതുമുണ്ട്. പക്ഷേ യാതൊരു രീതിയിലും നിന്നെ വീഴുവാൻ അവൻ അനുവദിക്കുകയില്ല. You see, he will command his angels to protect you. They will be guiding you. In all your ways, he is your protection. He is a lot of protection. Come what may. Maybe you lost your job, or maybe you lost situations, maybe you have to come back. See, in whatever situation that may arise, in whichever situation that may arise, a child of God need not be afraid. One of my friends had called me and was talking to me. He is a God-fearing man. He's telling me what they did was they cut off my 50% of my salary. All right? They cut off 50% of my salary. Then I want to resign the job. Then, well, you can resign, but the salary has not been paid from January on. The government is not interfering because the companies say they are bankrupt. So, if you want, you can go, but there is no salary for the last 4 months. See what you can do. In all such situations, definitely, our faith may begin to crack, but not for a child of God. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. എൻ്റെയും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഇതുപോലെയുള്ള ഒരുപാട് കല്ലുകൾ വന്ന് മുൻപിൽ കിടപ്പുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ദൈവം നമ്മളെ പരിപാലിക്കും. കാരണം ഇത് ഈ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുക എന്ന് പറയുന്നത് ഇത് 5 മിനിറ്റത്തേക്കല്ല, 10 മിനിറ്റേക്കല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, 4 മണിക്കൂറല്ല, 24/7. ഹി ഈസ് പ്രൊട്ടക്റ്റിംഗ് യു 24/7. 24 മണിക്കൂറും നിന്നെ സൂക്ഷിക്കും. 7 ദിവസവും മാസങ്ങളും വർഷങ്ങളും ഒരു കാര്യമാണ്. അല്ലാതെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള 1 മണിക്കൂറത്തെ കാര്യമല്ല. 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, അതെ ഉറങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകനാണ്. അവൻ നിന്നെ പരിപാലിക്കും. പരിപാലകൻ, പരിപാലിക്കും എന്നുള്ള ഈ 2 വാക്കുകൾ 5 പ്രാവശ്യമാണ് 121-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. പരിപാലകൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ സർവ്വകാര്യങ്ങളും നിയന്ത്രിച്ച് നിന്നെ അനുദിനം വഴി നടത്തുന്ന അനുഭവത്തിനാണ് പരിപാലനം എന്ന് പറയുന്നത്. അത് നടത്തുന്ന വ്യക്തിയാണ് പരിപാലകൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുമ്പോൾ, നാം അചഞ്ചലമായി ദൈവത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോൾ, യഹോവ നമ്മുടെ പരിപാലകനായി നമ്മെ വഴി നടത്തും. കല്ലുകളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അനേകമായ സന്ദർഭങ്ങളിൽ എൻ്റെ കാൽ വഴുതി പോകുമെന്ന് കരുതിയ നിമിഷങ്ങളുണ്ട്. ഞാനല്ല, എൻ്റെ കാലിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. യഹോവ എൻ്റെ കാലിനെ സൂക്ഷിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ സത്യവേദ പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് എടുത്തു കാട്ടിക്കൊണ്ട്, അതെ, ഞാൻ ആയിരുന്ന 25 വർഷമായിരുന്ന രാജ്യത്തിൽ നിന്ന് എന്നെ പുറത്താക്കുവാൻ തക്കതിനുവണ്ണം ക്രൈസ്തവ സഹോദരങ്ങൾ കൂടിച്ചേർന്ന് ഗൂഢാലോചന ചെയ്ത് അത് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൽ കൊണ്ടു കൊടുത്തു. ഇതിൽ മതപരമായ പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ മതത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ 24 മണിക്കൂർ നോട്ടീസിൽ എനിക്ക് ആ രാജ്യം വിടേണ്ടി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവളും കുഞ്ഞുമൊക്കെ നാട് വിടേണ്ടി വന്നു. അവർ കരുതിയത് അതോടുകൂടി ഞാൻ വീണു പോകുമെന്നാണ്, എൻ്റെ കാൽ വഴുതി പോകുമെന്നാണ്, ഇങ്ങനെയുള്ള പാറകളിലൊക്കെ തട്ടി കാൽ വഴുതി പോകുന്നതാണ്. പക്ഷേ ഈ പാറകളുടെ മേൽ വഹിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അത് അവർക്ക് മനസ്സിലായില്ല. ഇതോടുകൂടി ഈ പ്രസ്ഥാനം അവസാനിച്ചു. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് തീർന്നു. ഇതോടുകൂടി ബ്രദർ മാത്യു സൊറീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാം തകർന്നു. ഇനി യാതൊന്നും പറയുവാൻ സാധ്യമല്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്തവനായിട്ടാണ്, വെറും കൈയോടെയാണ് ഞാൻ ആ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോരുന്നത്. പക്ഷെ ഞാനവിടെ ഭയപ്പെട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. കാൽ വഴുതുമ്പോഴാണ് വീഴുന്നത്. അത് വീഴാൻ മതിയായ കാരണം തന്നെയാണ്. അവിടെ വീണാൽ എഴുന്നേക്കാൻ സാധ്യമല്ല, ജോലിയില്ല, ഭാവിയെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല. അതേ 14 വർഷമായിട്ട് വളരെയധികം ഉപവാസത്തോടും പ്രാർത്ഥനയോടും പൂർത്തീകരിച്ച വിശുദ്ധ ബൈബിൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ. മാത്രമല്ല നാട്ടിൽ വലിയ വലിയ പ്രചരണമാണ്. എന്നെ പിടിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു,
എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത് എന്തെല്ലാം കഥകളാണ് ഇവിടെ. ദേവാലയങ്ങളിൽ പോലും പ്രസംഗത്തിന് മഞ്ഞപ്പത്രം അടിച്ചിറക്കി എൻ്റെ ശത്രുക്കൾ. അതിലൊന്നും ഞാൻ അചഞ്ചലനായിട്ട് നിന്നു. കാരണം എനിക്കറിയാം, നിൻ്റെ സകല വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോവാതിരിക്കേണ്ടതിന് അവർ തൻ്റെ കൈകളിൽ ഇങ്ങനെ വഹിക്കും. താങ്കളുടെ കൈ, ഒരു ദൂതനല്ല, ദൂതന്മാരുടെ കൈകൾ വഹിക്കും. ഞാൻ മടങ്ങി വന്നിട്ട് ഇന്നലെ 19 വർഷം പൂർത്തിയാകുകയായിരുന്നു. അനേക സഹോദരങ്ങൾ ഇന്നലെ പ്രത്യേകമായ ശുശ്രൂഷ ഉണ്ടായിരുന്നു പല രാജ്യങ്ങളിലും. 19 വർഷക്കാലം കാൽ വഴുതുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നവരുടെ കാലാണ് വഴുതിപ്പോയത്. എവിടെയാണെന്ന് പോലും ഇന്ന് അറിഞ്ഞുകൂടാ. അനേകമായ സന്ദർഭങ്ങളിൽ ഇതുപോലെ കാല് വെട്ടുവാൻ വന്നവരുടെ കാല് തകർത്ത ദൈവമാണ് എൻ്റെ ദൈവം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാൽ വഴുതാതെ സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനൊരു സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ സമാനമായ പ്രശ്നങ്ങളായിട്ട് ഞാൻ കാണുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട് പല രീതികളിൽ വേദന അനുഭവിച്ച് ആരുമില്ലാതെ ഒക്കെ ആകുന്ന അവസ്ഥകളാണ്. ബട്ട് യു ഡോണ്ട് ഹാവ് ടു വറി. മേ ബി എവരിബഡി വിൽ ലീവ് യു, യു വിൽ ലൂസ് യുവർ ജോബ്, മേ ബി ഫിനാൻഷ്യലി യു വിൽ ബി ക്രാഷ്ഡ്. ഡോണ്ട് ഹാവ് ടു വറി. If you have your faith in God, He will never forsake you, He will never let you down. This is my experience. I am not simply speaking some sort of theory. No, this is my experience. I can challenge anybody for that matter. God will never forsake you. But you should have faith in God, and your life should conform to the principles of God. That's very important. ആ സന്ദർഭത്തിൽ എഴുതിയൊരു പാട്ടാണ്. നിൻകാൽ വഴുതിയിടുവാൻ സമ്മതിക്കയില്ലൊരിക്കലും താൻ, മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്നെ കാത്തു പാലിക്കും ഇസ്രായേലിൻ പരിപാലകൻ. മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്നെ കാത്തു പാലിക്കും ഇസ്രായേലിൻ പരിപാലകൻ. സഹായം തേടി ഞാനൻ മിഴികൾ പർവ്വതങ്ങളിലേക്കുയർത്തിയിടുന്നു. എൻ സഹായം വാനവും ഭൂമിയും സൃഷ്ടിച്ച യാഹിൽ നിന്നു വന്നിടുന്നു. എൻ സഹായം വാനവും ഭൂമിയും സൃഷ്ടിച്ച യാഹിൽ നിന്നു വന്നിടുന്നു. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പാടിയത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും യഹോവ ഉണർന്നിരിക്കുകയാണ്. നാം ഉണർന്നിരിക്കുകയാണ്. നമ്മുടെ ചലനങ്ങൾ ഓരോന്നും നോക്കുന്നത് അവൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ന് COVID-19 കെടുതിയിൽപ്പെട്ട് വേദനിക്കുകയും നട്ടം തിരിയുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഇതുവരെ നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കുവാനോ ആ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു സുവർണാവസരമാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. നിങ്ങളെ അവൻ പരിപാലകനാണ്. മാത്രമല്ല, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ നിൻ്റെ പരിപാലകൻ, നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അതെ, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല. 121-ാം സങ്കീർത്തനം എന്ന സത്യമാണ്. യഹോവ നിൻ്റെ പരിപാലകനാണ്, നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലാണ്. ഈ പറയുന്നൊരു കോറിലേഷനുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല. Neither the moon or sun can never do any harm to you. He is awake always, day and night, to protect his children. So why should you bother? Why should you worry? Trust completely. Trust in him completely. Submit and surrender everything to him. He is there. You see, he is there to protect you, not only during the day but also in the night. പകൽ സൂര്യൻ തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, രാത്രിയിൽ വെളിച്ചമില്ല, അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമില്ല. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിത്തൂടായിട്ട് വഴി നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. പകൽ മേഘസ്തംഭം എന്ന് പറയുമ്പോൾ അതിഭയാനകമായ ആ മരുഭൂമിയിലെ വെയിലിൻ്റെ തണലായിട്ട് അവൻ മേഘമായിട്ട് അവരുടെ മീതെ ഉണ്ടായിരുന്നു.
ആ മരുഭൂമിയിൽ ഏതാണ്ട് 20 ലക്ഷം പേർക്ക് വെളിച്ചമാകുവാൻ തക്കതിനും അവിടെ വെളിച്ചമില്ല. അവരെ ഇറക്കി വിട്ടത് മിസ്രയീമിൽ നിന്ന് വെളിച്ചവുമായിട്ടല്ലല്ലോ. എന്നാൽ അവൻ അവരുടെ നടുവിൽ പ്രകാശഗോപുരം, അഗ്നിത്തൂണായിട്ട് അവരവരുടെ നടുവിലുണ്ടായിരുന്നു. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. അവൻ നിൻ്റെ വലത്തുഭാഗം നിനക്ക് തണലായിട്ടുണ്ട്. പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഉഷ്ണക്കാറ്റാഞ്ഞടിക്കുമ്പോൾ ഈ വെയിലിൽ നീ തളർന്നു പോകാതെ ഇരിക്കുവാൻ നിൻ്റെ വലത്തുഭാഗത്ത് തന്നെ അവനുണ്ട്. ഇത് ലോകത്തിൽ ദൈവത്തെ വിളിച്ച് വിശ്വസിച്ച് സമ്പൂർണ്ണമായി അവന് സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഓരോ ഭക്തൻ്റെ അനുഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതിന് പിന്നിൽ കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, എല്ലാമുണ്ട്. കഴിഞ്ഞ 19 വർഷക്കാലം അനേകമായ യാതനകളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ശൂന്യതയിലൂടെയാണ് പോയത്. ആക്ഷേപങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ, അനേകമായ ആപത്തുകളുടെ നടുവിലാണ് കടന്നുപോയത്. മാത്രമല്ല, മരണത്തിൻ്റെ താഴ്വരയിലൂടെ പോലും ഞാൻ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടായി. എന്നാൽ അവിടെയൊക്കെയും എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കാൽ വഴുതുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. അവൻ എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവൻ അപ്രകാരം ഒരു വലിയ അനുഭവത്തിലൂടെ എന്നെ കടത്തിവിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് എന്നൊരു കാര്യം കെട്ടിപ്പടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. എന്നെ എൻ്റെ മാതൃശുശ്രൂഷ അടിച്ച് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ വേർഡ് ടു വേൾഡ് സെൻറ്റർ പടുത്തുയർത്തിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കോടെ മുഖാന്തരം ഒരുക്കുവാൻ കഴിയുകയില്ലായിരുന്നു. കൈപ്പേറിയ, വേദനയേറിയ, ഹൃദയം പിളർക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എങ്കിലും അവിടെയൊക്കെയും ദൈവം കാത്തു സൂക്ഷിപ്പിക്കും. കാരണം അവൻ എൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് തണലായിരുന്നു. മറ്റുള്ളവരൊക്കെ ഓടിപ്പോയി. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ ഒരു ചെറിയ കൂട്ടം പിടിച്ചു നിന്നു. മുഖമുദ്രയായിട്ട് ഉപവാസവും പ്രാർത്ഥനയും മാത്രമാണ്. 13 ഭാഷകളിലേക്ക് ദൈവവചനം നൽകുവാൻ തക്കവണ്ണം സഹായിച്ചു. അങ്ങനെ എത്ര കാര്യങ്ങൾ, അത് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, ഏത് പ്രയാസ പ്രതിസന്ധികൾ വന്നാലും ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിലാണ് അതിനെ തരണം ചെയ്യാൻ കഴിയുന്നത്. സാധാ പ്രാർത്ഥിച്ചു ഞങ്ങൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നോ, നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും താഴ്വാരങ്ങളിൽ നിൻ്റെ നോട്ടം സ്വർഗത്തിലേക്കാകണം. അചഞ്ചലമായ വിശ്വാസത്തോടെ നിൻ്റെ ദൃഷ്ടികൾ സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്കാകണം. അവിടെയാണ് ഇന്ന് അനേകർ പാളിപ്പോകുന്നത്. കാരണം ഇതുവരെയും ജീവിച്ച രീതിയിൽ, ഇതുവരെയും നയിച്ച ആരാധന പോലെ, ഞാൻ ആരാധനയെ കുറ്റം പറയുകയല്ല, നാമമാത്രമായ ആരാധന, ഹൃദയത്തിൽ യാതൊരു പങ്കുമില്ല. ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ചടി പ്രാർത്ഥന, ഒരു കൂട്ടമുള്ള പ്രാർത്ഥന, അത് ഓരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് കർമ്മങ്ങളാണ് നടക്കുന്നത്. ബാഹ്യമായ ചടങ്ങുകളാണ്. ആന്തരികമായ ദൈവവുമായിട്ടൊരു ബന്ധമില്ല, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമില്ല. പക്ഷേ എല്ലാം മോടിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് ഈ കെടുതിയുടെ നടുവിലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടിയില്ല. അതാ പ്രശ്നം. ചിലരോട് ഞാൻ ചോദിക്കും, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു, ഞങ്ങൾ എല്ലാ ആഴ്ചയും അതിന് പോകുമായിരുന്നു, ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇതിന് പോകുമായിരുന്നു. സഹോദര സഹോദരി, നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിൻ്റെ അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനായിട്ട് പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ല. അവിടെയാണ് നീ തകരാറിലാകുന്നത്. നിൻ്റെ ദൈവത്തെ രുചിച്ചറിയൊരു മുഖാന്തരമാണ്. പക്ഷേ ഇന്ന് അനേകർക്ക് ഇന്നും അതൊന്ന് പറിച്ചെടുത്തുകൊണ്ട് വരാനൊരു വലിയ പ്രയാസമാണ്. COVID-19 നിന്ന് രക്ഷപ്പെടണം, ജോലി നഷ്ടപ്പെടരുത്, അതെ അവിടെ തന്നെ തുടരണം, നാട്ടിലേക്ക് വന്നാൽ മാർഗമില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതുവരെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഭിന്നമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ നിനക്ക് മനസ്സില്ല. നീ ഇപ്പോഴും നോക്കുന്നത് താഴേക്കാണ്. ലോകത്തിലെ മോഹങ്ങൾ, ലോകത്തിലെ ബന്ധുക്കാർ, ലോകത്തിലെ സ്നേഹിതർ, അവരെ വിട്ടുപിരിയുവാൻ സാധ്യമല്ല. അവരെ വിട്ടുപിരിയാതെ നിനക്ക് ഈ ദൈവത്തേക്ക് നോക്കാൻ കഴിയും. നോട്ടം രണ്ട് ദിക്കിലേക്ക് പറ്റുകയില്ല, ഒറ്റ ദിക്കിലേക്ക് മാത്രം, ദൈവത്തെങ്കിലേക്ക് മാത്രം. നീ ഇപ്പോഴും നോക്കുന്നത് അത് എൻ്റെ പള്ളിക്കാരെന്തോ പറയും, അല്ലെ എൻ്റെ സഭക്കാരൻ, സമൂഹം എന്തോ പറയും, ഞാനിങ്ങനെ ദൈവത്തെ. ആരും ഒന്നും പറയാനില്ല. നിനക്കറിയാമോ പറയാനെന്നുള്ള ആരാണെന്നറിയാമോ? ഇന്ന് അനേകർ അമേരിക്കയിലെ ചരിത്രം, മറ്റു ചില ചരിത്രങ്ങളും ഡെഡ് ബോഡി ക്ലെയിം ചെയ്യാൻ പോലും സാധ്യമല്ല.
ആരും ചെല്ലുന്നില്ല. കല്ലറയില്ല, സെമിറ്ററിയിൽ ഒന്നുമില്ല. കൂട്ടത്തോടെ ചാക്കിൽ പോഞ്ഞുകൊണ്ട് വിടുകയാണ്. നീ മറ്റുള്ളവരെ നോക്കിക്കോട്ടെ, നിനക്കെന്തോ വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നം, വലിയ സ്റ്റാറ്റസ്. എവിടെയാണ് അതിൻ്റെ സ്റ്റാറ്റസ്? എവിടെയാണ് കൊണ്ട് വിടുന്നതെന്ന് പോലും അറിയാൻ വയ്യ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇനി അറിഞ്ഞുകൂടാ, പുറത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എന്തോ അതിൻ്റെ സ്റ്റാറ്റസ്? ഓർത്ത് നോക്കണം. ദൈവത്തിലേക്ക് ഇതിൻ്റെ കണ്ണുകൾ ഉയർത്തണം. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഇന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതെ, 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഞാൻ എപ്പോഴും യഹോവയെ എൻ്റെ വലത്തുഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ദൈവം എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതെ, എപ്പോഴും യഹോവ നമ്മുടെ വലത്തുഭാഗത്തുണ്ടാകണം. ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ പരിപാലിക്കും. മാത്രമല്ല, അവനൊരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. നിൻ്റെ പ്രാണനെ അവൻ പരിപാലിക്കും. 121-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. ലോകം നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ഒരുപാട് ദോഷങ്ങൾ നിരൂപിക്കുകയും ഒരുപാട് ദോഷങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ യഹോവ നിൻ്റെ പലകയും പരിചയമാണ്. ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. മാത്രമല്ല, ഒരു വലിയ വാഗ്ദത്തം, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. നിൻ്റെ ജീവൻ യഹോവയുടെ കയ്യിലാണ്. ഒരു ഭക്തൻ്റെ ജീവിതം യഹോവയുടെ കയ്യിലാണ്. ഇത്ര വലിയ വാഗ്ദത്തം എവിടെയാണ് പ്രിയമുള്ളവരെ ഉള്ളത്? ആർക്ക് വാക്ക് പറയാൻ കഴിയും? ഇവിടെ അസംഹിതമായി പ്രഖ്യാപിക്കുകയാണ്, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും, നിൻ്റെ ജീവനെ പരിപാലിക്കും. രോഗം വന്നുകൊള്ളട്ടെ, പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, കഷ്ടം വന്നുകൊള്ളട്ടെ, നഷ്ടം വന്നുകൊള്ളട്ടെ, യാതനകൾ വന്നുകൊള്ളട്ടെ, വേദനകൾ വന്നുകൊള്ളട്ടെ, പക്ഷേ ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കും. മാത്രമല്ല, അതിൻ്റെ അവസാനമായിട്ട് അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. ഹി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ സോൾ. ഹി വിൽ പ്രൊവൈഡ് യു, ഹി വിൽ പ്രൊട്ടക്റ്റ് യു. സങ്കീർത്തനക്കാരൻ 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണിയും എന്നെ പിന്തുടർന്നു. മരണത്തിൻ്റെ കെണികൾ പിന്തുടരും. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. പക്ഷേ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീ അവൻ്റെ ഉള്ളം കയ്യിലാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അവസാനമായിട്ട് 101-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, അവൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നിൻ്റെ സർവ്വകാര്യങ്ങളിലും അവൻ നിന്നെ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് ഈ വലിയ കെടുതിയുടെ നടുവിൽ, ഈ മഹാമാരിയുടെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ വയതിൽ പ്രത്യാശയോടെ മുൻപോട്ട് പോകണം. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കണം. എന്നെയും ഭാര്യയും മക്കളെയും സൂക്ഷിക്കാൻ മാത്രമല്ല, കഷ്ടത്തിലും വേദനയിലുമായിരിക്കുന്ന അനേകർക്ക് യേശുവിൻ്റെ സാന്ത്വനവും സമാധാനവും പകരുവാൻ തക്കവണ്ണം കഴിയണം. അനേകരെ ദൈവസന്നിധിയിലേക്ക് ഉണർത്തുവാൻ കഴിയണം, ഉയർത്തുവാൻ കഴിയണം. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മീയ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അനേകരെ ദൈവസന്നിധിയിലേക്ക് വളർത്തുവാനും ഉയർത്തുവാനുമുള്ള മുഖാന്തരമായിട്ട് ഉപയോഗിക്കണം. എൻ്റെ കണ്ണുകൾ സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുകയാണ്. ദാസന്മാർ യജമാനൻ്റെ കരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നത് പോലെ, ദാസി യജമാനത്തിൻ്റെ കരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നത് പോലെ, ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് കണ്ണുകൾ. നീ മറുപടി തരുവോളം, അത് എത്ര നാളെന്നില്ല, അവൻ മറുപടി തന്നേ മതിയാവൂ. അവൻ മറുപടി തരുന്ന ദൈവമാണ്. തരുവോളം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹപ്രദമായി അത്ഭുതകരമായി വഴി നടത്തുന്ന സാക്ഷ്യവുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം. എന്നാലംബം നീയേ, എന്നാശ്രയം നീയേ, എന്നാലംബം നീയേ,
എന്നാശ്രയം നീയേ. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം, നീ മാത്രമെൻ ദൈവം. വേദനയിൽ യാതനയിൽ കഷ്ടങ്ങളിൻ താഴ്വരയിൽ, വേദനയിൽ യാതനയിൽ കഷ്ടങ്ങളിൻ താഴ്വരയിൽ കോരിയെടുത്തന്നെ മാറോടണച്ചിടും, കോരിയെടുത്തന്നെ മാറോടണച്ചിടും. യാഹേ യാഹേ യഹോവേ, നീ മാത്രമെൻ ദൈവം, നീ മാത്രമെൻ ദൈവം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കോവിഡ്-19 മഹാ കഷ്ടത മൂലം, ഈ മഹാമാരിയിൽ കഷ്ടതയിലും വേദനയിലും യാതനയിലുമായിരിക്കുന്ന അനേക സഹോദരങ്ങൾ അങ്ങേ കണ്ടെത്തുവാനും അവർ വിശ്വസിച്ച ദൈവം അവരെ വിടുവിക്കാൻ മതിയാകുമെന്ന് പ്രഖ്യാപിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും അങ്ങ് സൂക്ഷിക്കും, അവരുടെ പ്രാണനെ അങ്ങ് പരിപാലിക്കുമെന്ന് ഈ രാത്രിയിൽ തന്ന ഉറപ്പിനായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ്റെ ഒപ്പം ഞങ്ങളും പ്രഖ്യാപിക്കട്ടെ കർത്താവേ, നിങ്ങളുടെ കാൽ വഴുതി പോകുവാൻ അങ്ങ് ഒരിക്കലും അനുവദിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ നിൻ്റെ ഭക്തന്മാരെ നീ സൂക്ഷിക്കും. ഹല്ലേലൂയ കർത്താവേ, എന്താ അനുഭവമായിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. അങ്ങേ അറിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അനുഭവമാക്കാത്ത ആരെങ്കിലും അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ, അവർ തങ്ങളെ തന്നെ അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവമേ അവരെ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളാൽ കോരിയെടുത്ത അങ്ങയുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അങ്ങ് ജീവനുള്ളവരും ജീവിപ്പിക്കുന്ന ദൈവമെന്ന അവരെ ബോധ്യപ്പെടുത്തണമേ. കെടുതിയിൽ കർത്താവെ തകർന്നിരിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങൾ നിൻ്റെ പ്രത്യാശ നൽകണമേ. നീ എന്നെ കടന്നു വന്ന പ്രതിരോധവും പ്രതിവിധിയുമായി ഞങ്ങളെ വഴി നടത്തണമേ. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കോണെ ശുശ്രൂഷ സഹായിക്കണമേ. യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് സുനിൽ, റെനി, രേഷ്മ, ഷോൺ ആൻഡ് വെയിൻ, ടൊറന്റോ.